പല ആളുകളും കുറേ കാലമായിട്ട് ചോദിക്കുന്നതാണ്, സാറേ ഈ നാലാമത്തെ ചാപ്റ്റർ എക്സാമിനുണ്ടോ, നാലാമത്തെ ചാപ്റ്റർ എക്സാമിനുണ്ടോ, ഉണ്ടോ, നാലാമത്തെ ചാപ്റ്റർ എക്സാമിനുണ്ട് സാർ. അടുത്ത ചോദ്യം ഏത് വരുന്നുണ്ട് അതിൻ്റെ സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ മനസ്സിലായ കാര്യം വെച്ച് പറയുകയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അവസാനം വരെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെയും 4th ചാപ്റ്റർ നമുക്കറിയാം. ഇതുവരെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഭാഗങ്ങളാണ് സോഷ്യൽ സയൻസ് എന്നല്ല 9ാം ക്ലാസ്സിൻ്റെ സിലബസ് മൊത്തം തന്നെ. അപ്പോൾ 4th ചാപ്റ്ററിൽ നിന്ന് എത്ര വരെ എക്സാമിന് ഉണ്ടാവും നമുക്കറിയാം. 3rd ചാപ്റ്റർ ഇല്ല, പരീക്ഷയ്ക്ക് 3rd ചാപ്റ്റർ ഇല്ല. SS1ലും SS2ലും 3rd ചാപ്റ്റർ പരീക്ഷയ്ക്ക് ഇല്ല. 1st, 2nd, 4th ആണുള്ളത്. ഓക്കെ, ആ 4th ഞാൻ ആദ്യം SS1ൻ്റെ കേസ് എടുക്കാം. SS1 നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ കേസ് എടുക്കാം. ഹിസ്റ്ററിയിൽ ഏകദേശം 75ാമത്തെ പേജ് വരെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത്രേ ഉണ്ടാവുള്ളൂ. 75ാമത്തെ പേജ് വരെ പഠിച്ചാൽ മതി. 75th, അതായത് 4th ചാപ്റ്റർ എടുത്തിട്ട് 75ാമത്തെ പേജ് വരെ നിങ്ങൾ പഠിച്ചാൽ മതി. അവിടെ പറയുന്നത് 3rd റീഡിംഗ് വരെ, 3ാം വായന, 3rd റീഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് അവിടെ. ഓക്കെ, അപ്പോൾ 3rd റീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ബില്ല് റീഡ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ്. ഓക്കെ, യെസ്, ആ ബില്ല് പാസ്സാക്കുന്ന പ്രോസസ്സിൽ അതിലായിരിക്കും 3rd റീഡിംഗ് വരുന്നത്. ഓക്കെ, അത് തന്നെ ആയിരിക്കും 3rd റീഡിംഗ്. അപ്പോൾ ആ 3rd റീഡിംഗ് 3ാം വായന എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വരെയുള്ള ഭാഗം മാത്രം അതുവരെ പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. ഇനി SS2ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫി, അത് നമ്മുടെ സബ്ജക്റ്റ്, അതിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 7 മണിക്ക് നമ്മുടെ ലൈവ് നടക്കുന്നുണ്ട്, മാരത്തോൺ നടക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാച്ചിക്കുറുക്കിയ ലൈവാണ്. അതിൽ ഓരോരോ ഭാഗങ്ങളും പക്കാ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഡ്സൽ സാർ എടുക്കുന്ന ഓരോ പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ലൈവ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യാനും പാടില്ല. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ലൈവിലോട്ട് വരണം. ഓക്കെ, അപ്പോൾ SS2ൻ്റെ കേസ് എടുത്താൽ 85ാമത്തെ പേജ് വരെയുണ്ട്. കുറച്ചും കൂടെ കൂടുതലുണ്ട്, 85th 85ാമത്തെ പേജ് വരെയുണ്ട്. അപ്പോൾ 85ാമത്തെ പേജിൽ എന്താണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് ഇങ്ങനെയാണ് പറയുന്നത്, ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ദ ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, മാനവ മൂലധനം അല്ലെങ്കിൽ മാനുഷിക മൂലധനം അല്ലെങ്കിൽ മാനവ മൂലധനം, ഇതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്നും പറയാം, മാനവ വിഭവം, ഇതെങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുക, ശക്തി ആർജിക്കാൻ പറ്റുക എന്നൊരു ടോപ്പിക് ഉണ്ട്. അതുവരെ നമ്മൾ പഠിച്ചാൽ മതി. അതായത് 85ാമത്തെ പേജ് വരെയുള്ള ആ ഒരു ഭാഗം. ഓക്കെ, ഇനി അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ 4th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട, അവസാന ഭാഗങ്ങളൊന്നും അല്ലെങ്കിൽ പകുതിക്ക് ശേഷമുള്ള ഭാഗങ്ങളൊന്നും നിങ്ങൾ തൊടാൻ നിൽക്കേണ്ട, പഠിക്കേണ്ട, വെറുതെ സമയം കളയണ്ട. 1, 2 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം. 4ാമത്തെ ചാപ്റ്റർ ഈ പറഞ്ഞ ഭാഗങ്ങൾ വരെ പഠിക്കാം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഫസൽ സാർ, കാക്കു സാർ വന്നത്. മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോ, മാക്സിമം ഷെയർ ചെയ്തോ. ലൈവ് ക്ലാസ്സുകളൊന്നും തന്നെ മിസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ, സി യു. ഇനിയും കാണാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട്.